ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഡിജിറ്റൽ ഇന്ത്യയുടെ പിതാവ് എന്ന് രാജീവ് അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ വൽക്കരണത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇന്നത്തെ സോഫ്റ്റ്വെയർ രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുകയറ്റത്തിന് രാജ്യം നന്ദി പറയേണ്ടത് രാജീവിനോടാണ്, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിനോടാണ്. കമ്പ്യൂട്ടർ ബോയ് എന്നും പൈലറ്റ് എന്നുമൊക്കെ വിളിച്ച് സിപിഎമ്മും ബിജെപിയും രാജീവിനെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ സാങ്കേതിക മേഖലയിലെ ഇന്ത്യയുടെ കുതിച്ചുകയറ്റത്തിന് രാജീവ് ഗാന്ധിയോടാണ് രാജ്യം കടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ കമ്പ്യൂട്ടർ ബുക്കിംഗ് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. റെയിൽവേയിൽ ഒരുപാട് പേർക്ക് ജോലി പോകും എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ടിക്കറ്റ് റിസർവേഷന് എതിരെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും അന്നത്തെ ആ സാങ്കേതിക സംവിധാനം തന്നെയാണ് റെയിൽവേ ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ദിവസങ്ങളോളം കാത്തിരിക്കാതെ ഒരൊറ്റ ഡയൽ വഴി ഇന്ത്യയിൽ എവിടെയും വിളിക്കാൻ കഴിയുക എന്ന വലിയ വിപ്ലവം അദ്ദേഹം നടപ്പിലാക്കി. ടെലിഫോൺ ബൂത്തുകൾ രാജീവ് ഗാന്ധിയുടെ ആശയമായിരുന്നു. ഭരണഘടനയുടെ 73, 74 ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇന്നത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും കൊണ്ടുവന്നത് രാജീവിന്റെ കാലത്തായിരുന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം രാജീവ് ഗാന്ധിയുടെ മറ്റൊരു നേട്ടമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉന്നത നിലവാരമുള്ള സ്കൂളുകൾ എന്ന സ്വപ്നം നടപ്പിലാക്കാൻ 1986 പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ